ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു. നമുക്ക് അടിപൊളി ബീട്രൂട്ട് ജ്യൂസ് എങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. വളരെ ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് ജ്യൂസ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമുക്കിത് ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ നേരത്തെ ഇതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അവയൊന്ന് ചെറിയ പീസായിട്ടൊന്ന് മുറിച്ചുകൂടെ എടുക്കാം. കണ്ടില്ലേ, നന്നായിട്ടും ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ എല്ലാ ബീട്രൂട്ടും ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. കണ്ടില്ലേ, നമ്മുടെ മുറിച്ച ബീട്രൂട്ട് ഒരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. നമുക്കിനി ഒരു മിക്സി ജാറിലേക്ക് ആക്കി കൊടുക്കാം. നമുക്കിതിൽ വേണമെങ്കിൽ ഐസ് ചേർക്കാം കേട്ടോ. ഞാൻ ഇതിൽ ഐസൊന്നും ചേർത്തിട്ടില്ല, രാവിലെ തന്നെ ജ്യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. മക്കൾക്ക് പിന്നെ കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഐസൊന്നും ചേർക്കാതെ തന്നെ ഇതിൽ അരച്ചെടുക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് മധുരത്തിനനുസരിച്ച് ഒരു 3 സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. ചേർത്തിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. അല്ലേ, നമ്മുടെ അരച്ച് വെച്ചേക്കുന്ന ജ്യൂസ് നമ്മുടെ അരിപ്പിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് ഒരു സ്പൂൺ കൂടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ജ്യൂസൊക്കെ വരുന്നുണ്ടല്ലേ. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ജ്യൂസൊക്കെ നന്നായിട്ടൊന്ന് വരുന്നുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ജ്യൂസ്. അല്ലേ, നമ്മുടെ ആ ജഗ്ഗിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ കളറുണ്ടല്ലോ, നല്ല റെഡ് കളറാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാനൊരു ഗ്ലാസ് കുടിച്ച് നോക്കി കേട്ടോ, സൂപ്പർ ഉണ്ടായിരുന്നു. നിങ്ങളെ വീട്ടിൽ ഇതുപോലെ ഒരിക്കലെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മക്കൾക്കൊക്കെ കൊടുക്കണം, അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ബീട്രൂട്ട് ജ്യൂസ് എന്നേ തോന്നില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലെന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യ് ഫ്രണ്ട്സ്.